നമ്മുടെ അർജുന ആർട്ട് സ്റ്റുഡിയോന്റെ ഫസ്റ്റ് ഓണമാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്ന് നമ്മുടെ അർജുൻ ആർട്ട് സ്റ്റുഡിയോന്റെ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ അതെ ഇതാ പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഒരു സ്ഥലത്ത് ഇതാ ഇവിടെ ഓണസദ്യ പ്രിപ്പറേഷൻ ആൻഡ് നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. വർഷ ഓക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മളൊരു ഡാൻസ് ആയിരുന്നു ചെയ്തത്. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എല്ലാവരും കണ്ടോ. ആൻഡ് നമ്മളത് ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാരും ഉണ്ട് ഇവിടെ. പേര് പറഞ്ഞോ? വിഷ്ണുപ്രിയ, ശിവാനി. ഇത് സ്റ്റുഡന്റ് അല്ല, സ്റ്റുഡന്റ് ആവോ ഭാവിയില്? കുട്ടിയാകും. ഈ മുഖം നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? വൈറൽ ഇന്റർവ്യൂവർ ഷാലു. അപ്പൊ ഷാലു നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണ് കേട്ടോ ഇന്നത്തെ. ഓണം സെലിബ്രേഷന് വന്നേക്കാണ്. അപ്പൊ ഷാലു സദ്യയൊക്കെ റെഡി ആയിക്കോ. ഓക്കെ. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനെ കാണാം. പിന്നെ വേറെ രണ്ട് ഗസ്റ്റുകളും, വേറെ രണ്ടല്ല, രണ്ടിൽ കൂടുതൽ ഗസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ഗസ്റ്റുകൾ. എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ നിങ്ങൾക്ക്? അതെന്താ അതെ കട്ടി കളയുന്നു. ഹലോ പറ. ഹലോ, ഹാപ്പി ഓണം പറഞ്ഞേക്കോടെങ്കിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാരും ചോദിക്കുന്നു എന്താ ഡാൻസ് കളിക്കാത്തത്. ഇന്ന് കളിച്ചിട്ടുണ്ടെന്ന് പറയടി. ഇന്ന് കളിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഡാൻസ് അറിയില്ല. അന്നും കളിച്ചപ്പോ എനിക്കറിയാൻ പാടില്ല, ഇന്നും കളിച്ചപ്പോ. അതുകൊണ്ട് ഒരു ചെറിയ പോർഷൻ മാത്രമേ വർഷം ചെയ്തിട്ടുള്ളൂ. പക്ഷെ കാർത്തിക്ക് ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് കാർത്തി ഇന്ന് ചെയ്തിട്ടുണ്ട്. അല്ലെ കാർത്തി? ഇവിടെ വേറെ ഒരാളുണ്ട്. അമ്മ ഓ ഭാഗ്യത്തിന് നമ്മ കറക്റ്റ് സമയത്തൊക്കെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കാലത്തൊക്കെ വരില്ല. ആൻഡ് നമ്മുടെ വേറെ ഫ്രണ്ട്സും ഇവിടെ ഉണ്ടതേ. അശ്വതി, ശില്പ, കുക്കുമ്മ. യെസ്, ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ. സ്റ്റുഡൻസ് എല്ലാം ക്യാമറ ഉണ്ടപ്പോ മുങ്ങി. ഇത് നമ്മുടെ കൊച്ചു മിടുക്കി അതിഥി സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് പറഞ്ഞു. ഓക്കെ. എവിടെ ബാക്കിയുള്ളവരൊക്കെ? ഇവിടെ ക്യാമറ കണ്ടപ്പോ എല്ലാരും മുങ്ങിയോ? എല്ലാരും ഒളിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പേടിയാണ്. വന്നേ പരിചയപ്പെടുത്തു. ഇത് അനഘ, വർഷ, ഇതാരാ? അഞ്ജന, ഞാൻ സ്വാതിക, ഭവപ്രിയ. ഞാൻ എനിക്കത് കിട്ടാത്തോണ്ടേ ഡാൻസ് എടുക്കുന്ന പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടാറില്ല പേര്. അതുകൊണ്ട് ഞാൻ അമ്മിണിന്നാണ് വിളിക്കുന്നത്. അമ്മിണിന്നല്ലേ വീട്ടിൽ വിളിക്കുന്ന പേര്? അമ്മിണിന്നാ ഞാൻ വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ഡാൻസ് ഞങ്ങൾ ഉടൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. വന്നിങ്ങോട്ട്. ഇന്ന് പേര് പറഞ്ഞേ? കാതറിൻ. അപ്പൊ നമുക്ക് സദ്യ കഴിക്കാം. ഓക്കെ ഗൈസ്. അപ്പൊ ഇനി സദ്യയാണ്. സദ്യ കഴിഞ്ഞിട്ട് ഇനി ഗെയിംസ് ആണ് ഗൈസ്. അപ്പൊ ഇന്ന് ആര് ജയിക്കും നമുക്ക് നോക്കാം. ഗെയിംസിനൊക്കെ ഗിഫ്റ്റ് ഉണ്ട്. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ആൻഡ് ഇത് മാത്രമല്ല ഗൈസ്, ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ വൈകാതെ പറയാം. ആൻഡ് ഇത് നമ്മുടെ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ഒക്കെയാണ്. ഹായ്, ഇത് നമ്മുടെ സോനാക്ഷിയുടെ മദർ അല്ലേ? അതെ. ഇത് ബ്രദറാണോ? ഓ ശരി, ആൻറ്റിയുടെ ബ്രദർ അല്ല. ഓക്കെ ശരി. താങ്ക് യു വന്നതിന്. നമ്മുടെ ഷൂട്ടിംഗ് ആയതുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന്. ഓണസദ്യ ഒക്കെ കഴിച്ചിട്ട് പോവാം. ഓക്കെ. ഗെയിംസ് എല്ലാം ഉണ്ട്. ഓക്കെ. യെസ്. ആൻഡ് ഇവിടെ ഹലോ. ഞാൻ രാമുണ്ണെ കാണിച്ചു കൊടുത്തില്ലായിരുന്നു ഗൈസ്. രാമുട്ടൻ ഭയങ്കര തിരക്കാണ് സദ്യയുടെ. ആൻഡ് നമ്മുടെ സദ്യയുടെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ രണ്ട് സ്റ്റുഡൻസ് ആണ് കേട്ടോ. ചിക്കു ആൻഡ് ദിസ് ഇസ് ശ്രീജിത്ത്. ആൻഡ് ഇവിടെ സദ്യയുടെ മണോ? തരാം ഫുഡ് തരാം. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതാ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അതെ, വിശക്കണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇത് കാണിക്കുന്നത്? കഴിക്കുന്നുണ്ടോ നീ? നീ പിരിക്കണ്ട. അപ്പൊ വിളമ്പൽ മുഖ്യം എന്റെ അച്ഛനാണ്. അച്ഛാ ഫാസ്റ്റ് ആക്കൂ.
അതെ അതെ, ഇലയിലേക്ക് പോണം, അത് വായിലേക്ക് പോരുത്. സോ നമ്മുടെ കുട്ടികളെല്ലാവരും ദാ സദ്യക്ക് ഇരുന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ക്യാമറമാനെ കാണിച്ചില്ല. നമ്മുടെ ക്യാമറമാന് അടുത്ത ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. തീരുമ്പോ പഴുതര കുപ്പിയിൽ വന്ന ഭൂതം തന്നെയാടാ നീ. അപ്പൊ നമ്മുടെ അർജുന ആർട്ട് സ്റ്റുഡിയോന്റെ ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ ഇന്നെൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ഇല്ല കേട്ടോ, ഓൺലൈൻ സ്റ്റുഡൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഫാമിലി ഉണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഓണാണ്. അപ്പൊ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2020 ഒരു ഓണത്തിനാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. സോ 4 വർഷം കഴിഞ്ഞു, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ ഈ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോൾ പ്രതീക്ഷിക്കാതെ ഇന്നലെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. സോ ആ ഗിഫ്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ്. സോ കാണിക്കട വരെയൊക്കെ കാണിക്കാം. എന്തായിരിക്കും ഇനി ഐഡിയ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആക്ച്വലി. പെട്ടെന്ന് ഇന്നലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഞാനത് തുറന്നു നോക്കിയിട്ടേ ഇല്ല. My golden play button is here. അപ്പൊ നമുക്കിത് ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ സഹായത്തിന് എന്റെ എപ്പോഴത്തെ സഹായിനെ ഞാൻ ഇവിടെ വിളിക്കുകയാണ്. രാമുട്ട അപ്പൊ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇങ്ങനെ മനസ്സിങ്ങനെ ഇതായി ഓപ്പൺ ചെയ്യണം കാണണമെന്ന്. പക്ഷെ വേണ്ട, ഇപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കാത്തിരുന്ന recognize your team. Presented to Vrinda Arjun for passing 1 million subscribers. അങ്ങനെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടന്റെ കൂടെ ഗോൾഡൻ പ്ലേ ബട്ടന്റെ കൂടെ ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വെക്കുകയാണ്. അത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് അൺബോക്സ് ചെയ്യാൻ പറ്റിയതും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതും പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഈ ഒരു നല്ല ദിവസത്തിൽ നിങ്ങളെ കാണിക്കാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് ഇവിടെ വരെ എത്തിച്ചത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടെ വരെ എത്തില്ല. സോ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബേഴ്സ്. ഇനിയും മുന്നോട്ട് പോവുക. എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടായി, രാമൂട്ടൻ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. എൻ്റെ ദൈവത്തോടും ഒരുപാട് നന്ദി പറയും. സുന്ദരിക്ക് പൊട്ട് കറക്കിയിട്ടൊക്കെ വിടണോ? പേടിക്കണ്ട കേട്ടോ ചേച്ചി, ഒന്നും ചെയ്യില്ല. ആ പൊക്കോ ദീദി, പൊക്കോ. ആ നേരെ ഞാൻ മാറില്ല. കുറച്ച് മാറിയത് വർഷന്റെ ഇടയില് ഇല്ലടി പൊക്കോ. കുടമുല്ലപ്പൂ വേണം, കുടമാറ്റം കാണേണം, നാട്ടരയാൽ തണലിൽ ചെറുഗ്രാമം വേണം.
കുടമുല്ലപ്പൂ വേണം കുടമാറ്റം കാണേണം നാട്ടരയാൽ തണലിൽ ചെറുഗ്രാമം വേണം ഗൈസ് ഇവിടെ ശില്പയുടെ ഗാനമേളയാണ്. ശില്പ ആൻഡ് ടീം അതെ, ഈ ടീമുകളുടെ എല്ലാവരുടെയും ഗാനമേളയാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. എന്താ പാടാൻ പോകുന്നത്? ഓക്കേ, അറിയോ പാടാൻ? പാടാൻ അറിയാൻ പാടില്ല. ഒരു എളിയ കലാകാരുടെ പാട്ടാണ്. ലിറിക്സ് അറിയോ? കൊച്ചോടുന്ന് പേടിച്ചിട്ട്. എന്റെ ഫ്രണ്ട്സിന്റെ വക ഗാനമേള, ഓണ ഗാനമേള. ഓക്കെ, തിരുവാമണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാമണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവേലിത്തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് ൂഞ്ഞാലിലാടുമ്പോ നിരവരം സംഗീതം സംഗീതം പൂവേ